Praise the Lord. Praise the Lord. Hallelujah. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം നമുക്ക് അല്ലേ? നമ്മളൊന്ന് ആത്മാവിനാൽ നിറഞ്ഞൊന്ന് സ്തുതിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് പണ്ടേ മുതൽ അറിയാവുന്നതാണ്, സ്തുതിക്കുമ്പോൾ വലിയ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധന എന്നാണ്, സ്തുതിപ്പാണ് അതിനർത്ഥം അല്ലേ? പക്ഷേ ഈ ഇടയ്ക്ക് നമുക്ക് അതിനൊന്നും അധികം സമയമില്ല. അപ്പോൾ വാസ്തവത്തിൽ ആദ്യകാലങ്ങളിൽ നമ്മുടെ വർധന കരിസ്മാറ്റിക്കിൻ്റെ ഏറ്റവും പ്രധാന ഒരു വശമായിരുന്നു പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതി ആരാധന. അപ്പോൾ ഇപ്പം ഞാനിവിടെ അധിക സമയം സ്തുതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും ചില സമയത്ത് 1 മണിക്കൂറൊക്കെ നീണ്ട് ഭാഷാപരത്തിൽ അങ്ങ് സ്തുതിക്കണം. അപ്പോഴാണ് ഈ കമ്പിത്തിരി കത്തുന്ന പോലെയും റോക്കറ്റ് വിടണ മാലിയൊക്കെ ദർശനം കാണും. എന്ത് റോക്കറ്റാണ് വിടണത്? ഈ റോക്കറ്റിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഫയർ ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ അതങ്ങ് പോയിക്കോളും. അതുപോലത്തെ അഭിഷേകങ്ങൾ വരും. അപ്പോൾ എന്നിരുന്നാലും കുറച്ച് സമയം നമ്മളിപ്പോൾ നീണ്ട് സ്തുതിക്കാൻ പോവുകയാണ്. ഈ സ്തുതിക്കുന്ന സമയത്ത് സ്തുതി തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഒരു കൺട്രോളും നിങ്ങളിൽ കിട്ടാൻ പോണില്ല. നിങ്ങൾ അത് നോക്കണ്ട. നിങ്ങളിൽ വരങ്ങൾ തുറക്കും. അതനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് പ്രവചിക്കുക, ഭാഷാപരത്തിൽ സംസാരിക്കുക, ഒച്ചയിലൊക്കെ പറഞ്ഞോ. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. കാരണം അതങ്ങ് നീണ്ട നേരം നിൽക്കണം. ചിലപ്പോൾ ആരെങ്കിലും തലയിട്ട് വീഴൊക്കെ ചെയ്താൽ വീണോട്ടെ, അങ്ങോട്ട് നോക്കേ വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ചാൻസ് ഞാൻ പറയാം. അതൊക്കെ അഭിഷേകത്തിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ എന്താണ്? റെഡി? ശക്തമായൊരു അഭിഷേകത്തിന്. പിന്നെ ഞാനൊരു ലിമിറ്റ് വരുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സാവധാനം നിർത്തിക്കൊള്ളണം. ഒറ്റയടിക്ക് നിർത്തണ്ട. ആ സ്തുതിപ്പ് ലയിച്ച് നിർത്തണം. അപ്പോൾ നമ്മൾ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്തുതിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ അങ്ങ് പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിക്കുക. അതേസമയത്ത് ആരാധന ആ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഇപ്പം ഈ രോഗശാന്തികളൊക്കെ നടന്നേക്കണത് ഇനി നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഈ സുവിശേഷത്തിൽ 42 അത്ഭുത രോഗശാന്തികൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ അനിമേഷൻ ഫിലിം ആക്കിയിട്ടുണ്ട്. അത് കണ്ടാലും മതി. എന്നിരുന്നാലും 4 സുവിശേഷങ്ങളിലുമുള്ള ഓരോ അത്ഭുതങ്ങളെയും വിശദമായി അതിൻ്റെ ഓരോ വാക്കുകളെയും ധ്യാനിച്ച് വിചിന്തനം ചെയ്യണം. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 5, 6, 7 മലയിലെ പ്രസംഗമായിരുന്നു, പ്രബോധനമായിരുന്നു സ്വർഗരാജ്യത്തെക്കുറിച്ച്. അതിനുശേഷം അവിടെ നിന്ന് മലമുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു കുഷ്ഠരോഗി മുകളിലോട്ട് പോകുന്നു. കുഷ്ഠരോഗി അവനെ കുമ്പിട്ട് വണങ്ങി ആരാധിച്ചു. അവിടുത്തെ വലിയ പോയിന്റാണ്. എനിവേ, ഇപ്പം ഞാൻ ആ ക്ലാസ്സിലേക്ക് പോകുന്നില്ല. നമുക്ക് അങ്ങനെ സ്തുതി ആരാധന തുടങ്ങാം. ഈശോയെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് സർവാധിപനാകുന്നു, അങ്ങ് സർവശക്തനാകുന്നു, അങ്ങ് രാജാവാകുന്നു, അങ്ങ് ജീവനും സത്യവും വഴിയുമാകുന്നു, അങ്ങ് ഉയർത്തെഴുന്നേറ്റവനാകുന്നു.
Praise the Lord. Hallelujah. 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 ഇരിക്കാം. ഇപ്പോൾ നമ്മൾ ഈ സ്തുതിക്കുന്ന സമയത്ത് എത്ര പേർക്ക് പുതിയ ഭാഷാവരങ്ങൾ കിട്ടിയ ഒരു അനുഭവം ഉണ്ടായി? പുതിയ ഭാഷാവരങ്ങൾ ഓക്കെ, കൈയടിച്ച് കർത്താൻ നന്ദി. പുതിയ ഭാഷാവരങ്ങൾ കിട്ടി എന്ന് വെച്ചാൽ കർത്താവ് പുതിയ അഭിഷേകത്തിലേക്കുള്ള കവാടം തുറന്നിരിക്കുകയാണ്. ഇനി ആ ഭാഷാവരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വരദാനങ്ങൾ മറ്റുള്ളതെല്ലാം തുറക്കും പടിപടിയായിട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വർക്ക്ഷോപ്പിന് തയ്യാറാവുകയാണ്, അടുത്ത ഗ്രൂപ്പ് പ്രയർ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ശൈലി ഇപ്പം നമ്മൾ മനസ്സിലായി. ഒരാളിങ്ങനെ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുകയല്ല, നിങ്ങൾ എല്ലാവരോടും പരിശുദ്ധാത്മാവ് നേരിട്ട് വചനം പ്രഘോഷിക്കണം, ഇല്ലേ? പരിശുദ്ധാത്മാവ് നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് തോന്നിയില്ലേ? ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഇതിന് സാധ്യതകളുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവിടെയുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഗോസിപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറഞ്ഞിരുന്നാൽ പോരാ, ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം, കർത്താവിനോട് ചോദിക്കണം. അപ്പോൾ കർത്താവ് സംസാരിക്കുമെന്ന് നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, പുതിയ നിയമത്തിലും കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളോട് കർത്താവ് സംസാരിക്കുന്നുള്ള കാര്യം നമ്മൾ അധികം കണക്കിലെടുക്കാറില്ല. നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉടനെ 2 ഫോണുണ്ട്, ആ ഫോണിൽ വിളിക്കും, ഈ ഫോണിൽ, ഒരു ഇൻ്റർനാഷണൽ, ഒരു നാഷണൽ. എന്നിട്ട് അവരോട് നിങ്ങളെന്താ പറയണേ, ഇങ്ങനെ എനിക്കൊരാശയം പറഞ്ഞു, അല്ലെങ്കിൽ ഇയാളിങ്ങനെ പറയണു, അങ്ങനെ മറ്റുള്ളവരോട് ചോദിക്കുകയാണ്. ചിലവർ പറയും നമ്മളെ അവഹേളിക്കുന്ന രീതിയിൽ, വട്ടാണ് നിനക്ക്, വട്ടാണ്. നീ പറയണില്ല, ഞാൻ നമ്മൾ ആവശ്യമില്ലാത്ത പറയണതിനല്ലേ. പക്ഷെ ഒരു വചനം വരുത്തിട്ട് ഏഷ്യ 51:12 ഇത് നിങ്ങൾ ശരിക്ക് പഠിക്കണം. കാരണം മനുഷ്യന്മാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അല്ല വിഷയം, അതിലല്ല നമ്മൾ ശ്രദ്ധ വെക്കേണ്ടത്. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? എന്നാലും കർത്താവ് തന്നെ ചിലവരെ കൊണ്ട് പറയിപ്പിക്കും, നമ്മളെ അവഹേളിപ്പിക്കുന്ന രീതിയിലും നിന്ദിക്കുന്ന രീതിയിലും. അതെന്തിനാണ്? കർത്താവ് ഈ അടുത്ത 51 ഇതാണ് 52-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? 52, 53 പറയുന്നത് എന്താണ്? മുഴുവനും ഈശോ അനുഭവിച്ച പീഡാനുഭവത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ നമ്മൾ ഈശോ കടന്നുപോയ വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം. ഈശോ അവരാരെയും ഒരു കുറ്റവും പറഞ്ഞില്ല. ഈശോയെ ഒരുപാട് പേര് പുച്ഛിച്ചു, മുഖത്ത് കാർപ്പിച്ച് തുപ്പി. അതൊക്കെ കേൾക്കുമ്പോൾ ഈശോ പറയാണ്, പ്രൈസ് ദ ലോർഡ്, ആ പ്രവചനം പൂർത്തിയായി. ഏത് പ്രവചനം? അത് 53 തന്നെയാണ് അല്ലേ? 53 അല്ലേ? 53 അത് എത്ര? 50 നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഈ അഭിഷേകം വേണോ? ഈ അഭിഷേകം വേണമോ വേണ്ടയോ? അതാണ്, ഇതും ഒരഭിഷേകമാണ്.
അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഒരു കാര്യവും കൂടാതെ വെറുതെ പുച്ഛിക്കും. ഇപ്പം ഇന്ന് കേട്ടില്ലേ, അവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചിനെ ഒഴിവാക്കുന്നത്. എന്നാലോചിച്ച് നോക്കി. പരിസേരും നിയമത്തിനും മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ ജീവിച്ചിരുന്നവരാണ്. മിശിഹ വന്ന് അവരുടെ മുമ്പിൽ നിന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. മാത്രമല്ല അയാളെ പുച്ഛിച്ച് സംസാരിക്കുന്നു, ദൈവദൂഷണം പറയണം. ഇപ്പോഴാണ് ഈശോ പറഞ്ഞത്, മനുഷ്യപുത്രനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും സഹിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഈ ലോകത്തിലും പരലോകത്തിലും ഇപ്പം അത് വലിയൊരു വിഷയമാണ്. ഇപ്പം ഞാനത് എടുക്കണില്ല, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാതെ. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശുശ്രൂഷയിൽ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾക്ക് പീഡകളും സഹനങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം ഉണ്ടായിരിക്കെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും അത് നൽകുന്നവരെ സ്നേഹിക്കുകയും ചെയ്യണം. അപ്പോൾ ഈശോ പറഞ്ഞു, നീ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. കണ്ടോ, നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ക്രിസ്മസിന് അവർ നമ്മുടെ വീട്ടിൽ പലഹാരം തന്നു വിട്ടു, അതുകൊണ്ട് നമ്മൾ അവർക്ക് പലഹാരം കൊടുക്കണം. അല്ലെങ്കിൽ വിഷുവിന് അവർ നമ്മുടെ വീട്ടിൽ പലഹാരം തന്നു വിട്ടു, അതുകൊണ്ട് നമ്മൾ അവർക്ക് ക്രിസ്മസിന് ഇത്തിരി പലഹാരം കൊടുത്തു വിടണം. അപ്പോൾ പിള്ളേർ ചോദിക്കും, മമ്മി മറ്റോ അത് വേണ്ട, അവരൊന്നും നമുക്ക് തരാറില്ല, അതുകൊണ്ട് നമുക്ക് കൊടുക്കണ്ട. അല്ല, നമ്മുടെ സ്നേഹം നോക്കി. ഇപ്പോഴും നമ്മളെവിടെ എത്തിയിട്ടുണ്ട്? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കാത്തവർ വരണ കാണുമ്പോൾ ഞാൻ വരട്ടോ, ഞാൻ ഈ വഴിക്ക് പോകാം. വെറുതെ അങ്ങേരോട് വർത്താനം പറഞ്ഞ് പ്രശ്നമുണ്ടാവും. എന്തൊരവസ്ഥയാണ് നമ്മുടെ. ഇത് നിസ്സാര കാര്യമാണെങ്കിലും അല്ല, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്നതൊന്നും അല്ലല്ലോ. ദൈവം എന്തിനാ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണേ? നമ്മൾ അടുത്ത സെഷൻ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന, അതുകൊണ്ട് ഒരല്പം മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ആത്മാവ് നമ്മളെ നയിക്കും. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ആണ് ഈ ധ്യാനത്തിൻ്റെ മറ്റൊരു ഭാഗം. അപ്പോൾ വരദാനങ്ങൾ ഉപയോഗിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വേറെ പുതിയ ഗ്രൂപ്പ് എടുക്കാൻ പോയാൽ സമയം ഒരുപാടാവും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ പഴയ ഗ്രൂപ്പ് തന്നെ നിൽക്കാം. ഗ്രൂപ്പ് മാറ്റണം? ഓക്കെ, മാറ്റാം, എന്നാൽ ഗ്രൂപ്പ് മാറ്റാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്താണ് നമ്മൾ ചെയ്യാൻ പോണതെന്ന് അവതരിപ്പിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവാണ് ഏക മധ്യസ്ഥൻ. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അല്പം വളർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിത്യപുരോഹിതനായ ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26, അതേ അധ്യായത്തിൽ തന്നെ 8:34. ഇപ്പോൾ നമ്മളിപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്ന് പരിഗണിക്കൂ. ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, പരിശുദ്ധാത്മാവും മാധ്യസ്ഥം വഹിക്കുന്നു. അങ്ങനെ ഈശോയും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇതൊക്കെ കാറ്റഗിസത്തിൽ ഒരുപാട് എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ വിവരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വചനം വിവരിക്കാം അതിനകത്ത്. അത് 2741 2741 കാറ്റഗിസത്തിൽ പറയുന്നത് 2741. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാം. യേശു നമുക്ക് വേണ്ടിയും
നമ്മുടെ സ്ഥാനത്ത് നിന്നും നമുക്ക് പകരവും പ്രാർത്ഥിക്കുന്നു. അതാ ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞ് 2741. യേശു നമുക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാനത്ത് നിന്നും നമുക്ക് പകരവും പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കണം. പിതാവ് ശ്രവിച്ച ക്രൂശിതന്റെ നിലവിളിയിലും അവിടുത്തെ ഉത്ഥാനത്തിലും നമ്മുടെ യാചനകളെല്ലാം ഒരിക്കൽ എന്നേക്കുമായി സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു കരയുകയാണ്. യേശു നിലവിളിച്ചു. ആ നിലവിളി ഒരു സാധാരണ നിലവിളിയല്ല. മനുഷ്യകുലത്തിന്റെ മുഴുവന്റെയും പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമാണ്. പനക്കലച്ചന് ഞാൻ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ വെച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നുണ്ട്, അല്ല അതിന് മുമ്പത്തെ വർഷം. അപ്പോൾ ഞങ്ങൾ പഴയ കാലഘട്ടത്തിൽ ഡിവൈനിലെ ഒരുമിച്ച് ശുശ്രൂഷ നടത്തിയിരുന്ന വളരെ മധുര ഓർമ്മകൾ. അച്ഛനങ്ങനെ ഒന്നും ഇരുന്ന് തരാറുള്ള ആളല്ല, ഭയങ്കര ബിസിയാണ്. പക്ഷെ എന്നാലും അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഇംഗ്ലണ്ടിലെ അച്ഛനാ ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ അപ്പോൾ പറയണം, കോളേ ആ സഹോദരനെ അറിയുമല്ലോ, പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ചിലപ്പോൾ ഇവിടെയുള്ള ആൾ തന്നെയായിരിക്കും അത്. അവളെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നോടത്ത് പോയി പ്രാർത്ഥിച്ചു, അവള് രോഗം മാറി. അങ്ങനെ ഓടി വന്ന് എന്നോട് പറയും. ഞാൻ ചോദിച്ചടാ, ആ പ്രാർത്ഥന ഒന്ന് പഠിക്കണമല്ലോ. ഇവള് പടപെട്ടി 40 രോഗശാന്തി, ആള് മാമോദീസം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിക്കണേ, അതൊന്നും എന്നെ പഠിപ്പിച്ചെന്നേ. പഠിക്കലിച്ച പറയാം, നീ എന്താണ് അവിടെ പോയി പ്രാർത്ഥിച്ചേ, ഇത്ര പെട്ടെന്ന് രോഗശാന്തി കിട്ടാൻ? അതെന്താണത്, എന്ത് പ്രാർത്ഥനയാണ്, അതൊന്ന് ഞാൻ എഴുതിയിരിക്കട്ടെ. അച്ചോ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞൂടാ. ഞാൻ അവിടെ ചെന്ന് ഞാനൊരു കരച്ചിലും കഴിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞുകൂടാ, ഞാനൊരു കരച്ചിലും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ തളർന്നിറക്കുന്ന ആൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും ചെയ്യാൻ നമുക്കറിയാമോ? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, മനസ്സിലായ ഇവിടെ കൂട്ടക്കരച്ചിലാവും. നമ്മൾ കുറെ പ്രാർത്ഥനകളൊക്കെ എഴുതി പിടിച്ചുകൊണ്ടൊക്കെ പോകാണ് പ്രാർത്ഥിക്കാൻ. ഇത് പറയാൻ കാരണം എന്താ? യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് ഏത് പുസ്തകം നോക്കിയാ പ്രാർത്ഥിച്ചത്? അതാണ് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഈശോയുടെ പ്രധാന പ്രാർത്ഥന കരച്ചിലായിരുന്നു. അത് യുഗാന്ത്യം വരെ നീളമുള്ള പ്രാർത്ഥനയാണെന്നാണ് ഇവിടെ പറയണത്. ക്രൂശിതന്റെ നിലവിളിയിലും പിതാവ് ശ്രവിച്ച ക്രൂശിതന്റെ നിലവിളി, ആബാ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞൊരു കാഴ്ച. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശോ 3 മണിക്കൂർ നേരം കുരിശുമ കിടന്നതാണ്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തെക്കുറിച്ച് പറയുന്നത്, ഈ 17-ാം അധ്യായം മുഴുവനും ഈശോയുടെ ബലിയർപ്പണത്തിൽ നിന്നും വേർതിരിക്കാൻ പറ്റാത്ത പ്രാർത്ഥനയാണ്. ഈശോ ബലിയർപ്പണത്തിന് ഒരുങ്ങുകയാണ്. നമുക്കറിയോ, പണ്ടൊക്കെ നമ്മളുടെ പഴയ വയസ്സായ അച്ഛന്മാരെല്ലാം നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ 1 മണിക്കൂർ മുമ്പേ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ നമ്മൾ കുറ്റം പറയാമല്ലോ, അച്ഛന്മാർക്ക് 2-3 ഇടവകളാണ്. ഒരു മോട്ടോർ സൈക്കിൾ തന്നിട്ടുണ്ട്, ഓടി ഒരിടത്ത് കുർബാന കഴിഞ്ഞ് ഓട്ടനെ എന്ന് പറഞ്ഞ് അടുത്ത പള്ളിയിലേക്ക് പോകണം, അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് അടുത്ത പള്ളിയിലേക്ക് പോകണം. ഇതായി ഇപ്പോഴത്തെ അവസ്ഥ. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ചിലർക്ക് 5 പള്ളികളാണ്, 5 പള്ളി.
ഒരു ദിവസം ഞാൻ അച്ഛനോട് അച്ഛൻ ഇന്ന് ഞായറാഴ്ചയല്ലേ 2 വായന വായിച്ചൂടെ? എൻ്റെ തോന്നപ്പോൾ ആ 2 വായനയൊക്കെ വായിച്ചു വരുമ്പോഴേക്കും അടുത്ത പള്ളിയിൽ നിന്ന് ആൾക്കാർ പോയി കളയും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ക്രമീകരിച്ചിരിക്കുകയാണ്. അവരോടൊന്ന് ആ സമയമൊന്നും മാറ്റാൻ പറഞ്ഞാൽ ഇല്ല, ഞങ്ങൾക്ക് ആ സമയം തന്നെ പറ്റും. അതുകൊണ്ട് ഞായറാഴ്ച ദിവസവും ഒരു വായന, ബാക്കിയുള്ള ദിവസം ചിലപ്പോൾ എന്ത് വായിക്കുമെന്ന് പറഞ്ഞൂടാ. എനിവേ, അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ബോധ്യങ്ങളുണ്ടാകണം. ഈശോ 17-ാം അധ്യായം മുഴുവനും ഈശോയുടെ പ്രാർത്ഥനയാണ്. അതെത്ര നമ്പർ മിനി? അത് 2747. മറ്റത് 41. കറക്റ്റ് 47. ഇവരൊക്കെ നമ്മുടെ കാറ്റഗിസം ക്ലാസിൻ്റെ വലിയ പില്ലേഴ്സാണ്. മിനി ഓൺലൈനിൽ ക്ലാസ് കൂടിയവർ ആദ്യമായിട്ടാണ് മിനി പുറത്തിറങ്ങിയേക്കണം തോന്നുന്നു, വർഷങ്ങളായിട്ട്. അല്ലെങ്കിൽ നിത്യാരാധന ഇതാണ്. മിനിയുടെ ഭർത്താവ് അവിടെ പോയി സണ്ണി അത് എഴുന്നേറ്റ് നിന്നത്. ഇവർ 2 പേരും, അവർക്ക് കുഞ്ഞുങ്ങളില്ല, ഞങ്ങളെല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളാണെന്ന് എഴുന്നേറ്റ് നിന്ന്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് കോട്ടയത്ത് ബൈബിൾ അക്കാഡമി ഇരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ബൈബിൾ അക്കാഡമി ഉണ്ടാക്കാൻ. അവിടെ നിത്യാരാധന ഇവർ 2 പേര് മാത്രം ഡേ ആൻഡ് നൈറ്റ് ആരാധിക്കുകയും നമ്മൾ ലോകത്തിൻ്റെ നാനാ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഓൺലൈൻ ക്ലാസ് നടത്തുമ്പോൾ അതിൽ കാറ്റഗിസവും വചനവും എല്ലാം പടപടപടേ എങ്ങനെ ഇത് എഴുതി കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല. അതാണ് മിനി. അപ്പോൾ അവിടെ ഓൺലൈനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും മിനിന്ന്. ഇതാളാണ്, ഒരു വലിയ കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ അവിടെ ആരാധനാ കേന്ദ്രത്തിൽ വെള്ളം കയറി അവിടെയൊക്കെ വെള്ളം മുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആളെ കിട്ടി നമുക്ക്. അപ്പോൾ കാറ്റഗിസത്തിൻ്റെ നമ്പറൊക്കെ പറഞ്ഞാൽ ടപ്പേന്ന് അത് മുഴുവനും അവിടെ കോപ്പി ചെയ്ത് വരും. നമുക്ക് സംശയമുള്ളത് ഞാൻ ചോദിക്കും. അപ്പം അതുപോലെ ഒരാളാണ് ജെയിൻ. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ ജൂബിലേറിയൻസാണ്. നമ്മുടെ കൂടെ ജൂബിലി കഴിഞ്ഞിരിക്കുന്നവരാണ്. നമ്മൾ പിന്നെ ജൂബിലി ഒന്നും ആഘോഷിക്കാറില്ല. നമുക്കൊറ്റ ജൂബിലിയേ ഉള്ളൂ. അത് അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള ജൂബിലിയാണ്. പിന്നെ ഒരാളാണ് പ്രിൻസി, അത് അമേരിക്കയിൽ ഇരുന്നിട്ട്. അങ്ങനെ വേറെ ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ട്, പല രാജ്യത്തിരുന്നു കൊണ്ട് എന്നാൽ ഒരേ സമയത്ത് പ്രാർത്ഥിക്കുക. ഇപ്പം നമ്മുടെ പ്രധാന ടീം അംഗങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒന്ന് ഷാജി, ഷിമ്മി, പാട്ട് പാടാൻ അവരെ കാണാനില്ല. അവരോട് പോയി. അവർ ഓസ്ട്രിയയിൽ നമ്മുടെ ആരാധനാ സെൻറ്ററിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷാജിയുടെ മോളാണ് ഇപ്പം ഇന്ന് പാടിയത്. പൊന്നുണ്ടോ? പൊന്നു പോയോ? പൊന്നു പോയി. 4 പിള്ളേരുള്ളതാണ്, അവർ വിട്ടിട്ടാണ് വന്നേക്കണത്. അപ്പം പിന്നെ ഒരാളാണ്, പിന്നെ മേരി. ഇവരൊക്കെ ഓസ്ട്രിയയിലെ നമ്മുടെ സെൻറ്ററിൽ ഇതിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാണുന്നുണ്ടാവും ഓൺലൈനിൽ. ഇതിനു വേണ്ടി കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. വെറുതെയാണ് ഇത്ര ആൾക്കാർ കൂടിയത്. എനിക്ക് ഭയങ്കര സന്തോഷം ഇത്ര ആൾക്കാർ ഈ ചുരുക്ക ദിവസം കൊണ്ട് വന്നത്. അതിൻ്റെ പിന്നിൽ ഇവർ നിരന്തരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ ഒരു വ്യത്യാസം ഇതാണ്. 1747 ക്രൈസ്തവ പാരമ്പര്യം ഈ പ്രാർത്ഥനയെ യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്ന് സാധാരണ വിളിക്കുന്നു. അതായത് യോഹന്നാൻ 17-ാം അധ്യായം. ശ്രദ്ധിക്കണം, നമ്മുടെ പ്രധാന പുരോഹിതന്റെ പ്രാർത്ഥന ആണ്. അവിടുത്തെ ബലിയർപ്പണത്തിൽ നിന്നും അവിടുന്ന് പൂർണ്ണമായി ആർക്ക് സ്വയം പ്രതിഷ്ഠിച്ചുവോ ആ പിതാവിലേക്കുള്ള അവിടുത്തെ കടന്നുപോകലിൽ നിന്ന് വേർപെടുത്താനാവാത്തതാണ് ഈ പ്രാർത്ഥന. ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ഹിസ് സാക്രിഫൈസ്. മനസ്സിലായോ? നമ്മൾ ആ ഈശോയുടെ കുരിശിലുള്ള ബലിയെ മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ആ ബലിയർപ്പണത്തിന് മുൻപ് ഈശോയുടെ പെസഹ ആചരണം മുതൽ ഒരു 24 മണിക്കൂർ സമയം ഈശോ പ്രാർത്ഥനയിൽ തന്നെയാണ്. പെസഹ, അതിനുശേഷം ഗത്സമനിയിൽ, ആ ഗത്സമനിയിൽ വെച്ചായിരിക്കും ഈ പ്രാർത്ഥന. അതിനകത്ത് സകല മധ്യസ്ഥ പ്രാർത്ഥനയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം
നമ്മൾ ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇന്നും ആ പ്രാർത്ഥന വാലിഡാണ്. അതന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടില്ല. ഈശോയുടെ പ്രാർത്ഥന ഒരിക്കൽ പ്രാർത്ഥിച്ചത് എന്നേക്കുമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈശോ ഇപ്പോഴും പിതാവിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ എനിക്കൊരു ഭയങ്കര ഹരമാണ് ഇത്. അങ്ങനെയാണ് എന്നെ പരിശുദ്ധാത്മാവ് വളർത്തിയത്. അപ്പോൾ ഞാൻ ചില സാഹചര്യത്തിൽ ചില കടിച്ചാപ്പൊട്ടാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ, കർത്താവേ അങ്ങ് എന്താണ് അവിടെ ഇരുന്ന് ചെയ്യണേ, അങ്ങ് പ്രാർത്ഥിക്കൂ, പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കൂ, ഇങ്ങനെ അങ്ങ് വരാനൊരു ഭാഷാവരം. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വെളുപ്പിന് ഞാൻ ബാത്റൂമിൽ വാട്ടർ ടബിൽ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കിടക്കും അതിനകത്ത് കുറച്ച് നേരം. അപ്പോഴാണ് എൻ്റെ ശക്തമായ പ്രാർത്ഥന. പക്ഷെ പ്രശ്നം എന്താ, ഈ റോക്കറ്റ് വീണ ഒച്ച കേൾക്കുമ്പോൾ അതിലൊക്കെ കാരൊക്കെ അടിക്കും. ജർമ്മനിയിൽ പിന്നെ സമയം ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി പതുക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ റോക്കറ്റ് വിടണമാതിരി ഈ പ്രാർത്ഥന അങ്ങ് വരുമ്പോഴേക്കും റോക്കറ്റ് പോവുകയാണ്. അപ്പോൾ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരിക്കൽ വിട്ടാൽ മതി, അതങ്ങ് പോയിക്കോളും. ഒരു വിഷയത്തിന് വേണ്ടി കുറേ പ്രാവശ്യം പ്രാർത്ഥിക്കാനുണ്ട. എന്തുകൊണ്ട്? ഈ കർത്താവ് ഈശോമിശിഹ തൻ്റെ കുരിശിൻ്റെ ബലിയോട് ചേർത്തുകൊണ്ട് കരഞ്ഞ ആ കരച്ചിലാണ് ഈ റോക്കറ്റ്. അതൊരു പ്രാവശ്യം ഈശോ പ്രാർത്ഥിച്ചാൽ ഡൺ, ഇറ്റ് ഈസ് ഡൺ. എന്ത് പറയണു? അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ പലർക്കും ഇതല്ല, പിന്നെ ഈശോ ദൈവമല്ലേ, ഈശോ നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ ഇനി വളർച്ചയിലേക്ക് വരുമ്പോൾ പഠിക്കേണ്ടത്. എല്ലാ വിശുദ്ധന്മാരും മാർപ്പാപ്പമാരും എല്ലാം പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വിശുദ്ധ അഗസ്തീനോസാ, ഇത് എൻ്റെ മുമ്പിൽ തന്നെ ആ പേജ് 2616 വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുകയാണ്, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മൂന്ന് വശങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. സൈമൾട്ടേനിയസ്. നമ്മളാണിത് വൺ ആഫ്റ്റർ അനദർ. കർത്താവിനെ സംബന്ധിച്ച് വൺ ആഫ്റ്റർ അനദർ അല്ല, സൈമൾട്ടേനിയസ്, ബൈലൊക്കേഷൻ പോലെ. ബൈലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാതിരിപ്പിയോ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതേ പാതിരിപ്പിയോ അവിടെ കുമ്പസാരക്കൂടിലിരുന്ന് കുമ്പസാരിപ്പിക്കണം. ഇങ്ങനെ എന്തോരം വിശുദ്ധരാണ്. സെന്റ് വിൻസെന്റ് പലോട്ടി, പുള്ളി വളരെയധികം ബൈലൊക്കേഷനായിരുന്നു. അപ്പോൾ കർത്താവ് ഈശോമിശിഹായ്ക്കോ മില്യൺസ് ലൊക്കേഷൻ, ന്യൂമറസ് ലൊക്കേഷൻ, എല്ലാ മനുഷ്യരിലും ലൊക്കേഷനാണ്. ഇപ്പൊ ഈ വാക്കുകളൊക്കെ നമ്മൾക്ക് വല്ല പരിചിതരാണ്. എന്താ അഡ്രസ്സ്? ഞാൻ ലൊക്കേഷൻ ഇടാട്ടോ എന്ന് പറഞ്ഞു. അഡ്രസ് ഒന്നും ഇപ്പൊ എഴുതല്ല, എന്താ ലൊക്കേഷൻ. എല്ലാവർക്കും ഇത് മനസ്സിലാവുമില്ല എന്താ ലൊക്കേഷൻ. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്നെ വിളിച്ചു, അതെ എന്നോട് ലൊക്കേഷൻ ഇടാൻ പറഞ്ഞു. അത് എന്ത് സാധനമാണത്? നന്നായി പറഞ്ഞാലോടെ ഒന്നും പറയാൻ പറ്റില്ലേ? അപ്പോൾ പറയാം. അപ്പം ഇങ്ങനെയുള്ള ലൊക്കേഷൻ പരിശുദ്ധാത്മാവ് എല്ലാ ലൊക്കേഷനിലുണ്ട്. ഈശോമിശിഹ എല്ലാ ലൊക്കേഷനിലുണ്ട്, എല്ലാ മനുഷ്യരിലുണ്ട്. നോക്ക്, സൈമൾട്ടേനിയസ്. ഇവിടെ 3 സൈമൾട്ടേനിയസ് ഓപ്പറേഷനാണ്. നമ്മുടെ പുരോഹിതനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതേസമയം നമ്മുടെ സഭയുടെ ശിരസായി, അതായത് നമ്മളാകുന്ന
യേശുവിൻ്റെ ശരീരത്തിൻ്റെ ശിരസായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു. അതേസമയം ദൈവമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. സൈമൾട്ടേനിയസ്. നമ്മൾ ഈ ചില ബാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ ചിലയിടത്ത് ഒരു മെഷീനുണ്ട്. കൊക്കക്കോള, ഫാൻറ്റ, ഓറഞ്ച് ജ്യൂസ്, വെള്ളം, ഇത് 4ൻ്റെയും പൈപ്പുണ്ട്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു വൺ ആഫ്റ്റർ എന്തല്ല, അവർ കൊക്കക്കോളയുടെ അവിടെ ഓൺ ചെയ്യും, പിന്നെ ഇവിടെ ഫാൻറ്റയുടെ അവിടെ ഓൺ ചെയ്യും, പിന്നെ ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് അതിനകത്ത് വരണം. അങ്ങനെ പ്രാർത്ഥിച്ചൂടെ? അങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ ദൈവസ്നേഹം നിറയ്ക്കണേ, ദൈവസ്നേഹം അത് നിറച്ചോണ്ടിരുന്നോളേ. ബുദ്ധി ജ്ഞാനം, അറിവ്, വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ് അടുത്ത ടാപ്പ്. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി അടുത്ത ടാപ്പ്. വരദാനങ്ങൾ അടുത്ത ടാപ്പ്. 4 ടാപ്പ് ഒപ്പം. എന്ത് പറയണം? സമയം ലാഭിക്കാം. നല്ല ഐഡിയ അല്ലേ? അങ്ങനെയാണ് ചില ടെക്നിക്കുകൾ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ്? ദൈവം സർവവ്യാപിയാണ്, സർവ അധിപനാണ്. കർത്താവിനെ ഒന്നിനും ഒരു ലിമിറ്റില്ല. ലിമിറ്റ്ലെസ്. നമ്മൾ ചെയ്യണ നമ്പറുകളൊന്നും അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. കർത്താവിനെ സംബന്ധിച്ച് നമ്പറിന് അതീതനാണ് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില തത്വങ്ങളെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എടുക്കണം. നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഏക മധ്യസ്ഥനായ കർത്താവ് ഈശോ മിശിഹായുടെ ഒരു ശാഖയാണ്. അതുകൊണ്ട് ഈശോ മിശിഹ എന്തിനൊക്കെ പ്രാർത്ഥിക്കുന്നോ അതൊക്കെ നമ്മളെയും കൂട്ടിച്ചേർത്താ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഏത്? നമ്മുടെ ഈശോ മിശിഹായുടെ പിതാവ്, നമ്മുടെ പിതാവ് ഒരാളാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ ഈശോയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഈശോ ആരെ ചേർത്ത് പ്രാർത്ഥിക്കുന്നു? നമ്മളെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ലോകം മുഴുവനുള്ളവരല്ല. കൊച്ചുരസ്യ പുണ്യവതിയിലെ സിസ്റ്റർമാർ അവിടെ ഇരിക്കണേ. കൊച്ചുരസ്യ പുണ്യവതി ഭയങ്കര സൂത്രക്കാരിയാണ്. അപ്പോൾ കൊച്ചുരസ്യ പുണ്യവതി പറയാണ്, ഈശോയെ എന്നെ നീ സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് വരാം. പക്ഷേ എൻ്റെ കൂടെ ഞാൻ സ്നേഹിക്കണ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരെ കൊണ്ടുവന്നോട്ടെ. പിന്നെ നീ കൊണ്ടുപോരേ. എന്നിട്ട് ആരൊക്കെ കൊണ്ടുപോകണേ? ലോകം മുഴുവനുള്ള സകല ആൾക്കാരെയും കൊണ്ടുപോകണം. ജയിലിൽ കിടക്കണ എല്ലാവരും അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഫ്രൻസിനി എന്ന ഒരു ട്രിപ്പിൾ മർഡർ, അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. അല്ല, ഗില്ലറ്റിൻ, ശിരച്ഛേദനം നടത്തി കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. പക്ഷേ ഇയാളുടെ അടുത്ത് എല്ലാ ദിവസവും അവിടുത്തെ ജയിലിൽ ഒരു കപ്ലാനച്ഛനുണ്ട്, ജയിലുകാരെ കുമ്പസാരിപ്പിക്കാൻ. അവിടെ ചെന്നിട്ട് ഇയാൾ പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കൊന്നും വേണ്ട, ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കില്ല. എവിടെ ദൈവം? എന്ത് ദൈവം? നിങ്ങൾ വെറുതെ പറഞ്ഞ അച്ഛനെ വഴക്ക് പറയും. അപ്പം അച്ഛൻ പറയും, ഒരു സിഗരറ്റ് തരട്ടെ? സിഗരറ്റ് വേണ്ട. അങ്ങനെ സിഗരറ്റ് മേടിച്ച് വിളിച്ചു, പക്ഷേ കുമ്പസാരിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു ന്യൂസ് വന്നു, ഇത്രാം തീയതി ഫ്രൻസിനിയെ കൊല്ലാൻ പോവുകയാണ്. പക്ഷേ ഫ്രൻസിനി കുമ്പസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതൊരാൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പേപ്പർ വായിക്കണത്, കൊച്ചു ത്രേസ്യയും അപ്പനും മറ്റുള്ളവരും കൂടി പള്ളിയിലേക്ക് പോണ നേരത്ത് അവളിത് കേൾക്കുകയാണ്. 14 വയസ്സുള്ളൂ, 14.5 വയസ്സ്. അവർ പറയണം, അതെ ഈ ഫ്രൻസിനി കുമ്പസാരിക്കാൻ സമ്മതിക്കണില്ല. പക്ഷേ 3 ദിവസം കഴിയുമ്പോൾ ഫ്രൻസിനിയുടെ വധശിക്ഷ നടപ്പാകാൻ പോവുകയാണ്. ഇത് കേട്ടിട്ട് ഈ 14.5 വയസ്സുള്ള കൊച്ചു ത്രേസ്യയ്ക്ക് ഭയങ്കര ഹൃദയവേദന. എന്താ ഹൃദയവേദന? ഈശോ സ്നേഹിക്കുന്നവരെ എല്ലാം കൊച്ചു ത്രേസ്യയെ സ്നേഹിക്കുന്നു. അപ്പോൾ കൊച്ചു ത്രേസ്യ ഈ ലിസിയോ കത്തീഡ്രലിൽ, എനിക്ക് ഒരുപാട് കോണ്ടാക്റ്റുള്ള സ്ഥലമാണ് ഫ്രാൻസിലെ ലിസിയോ. ഞാൻ അവിടെ കുറേ നാൾ താമസിച്ചിട്ടുണ്ട്. നമ്മളവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ആരാധനയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ലിസിയോ കത്തീഡ്രലിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിത്യാരാധന നമ്മളിലൂടെ തുടങ്ങിയതാണ്.
അപ്പോൾ കൊച്ചുരസ്യ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇരിക്കുന്ന സ്ഥലം കുരിശിൻ്റെ വഴിയിൽ ഈശോയുടെ മരണസമയത്ത് ഈ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഈശോ മരിക്കണ ആ സീനിൻ്റെ താഴെയാണ് കൊച്ചുരസ്യ എന്ന് ഇരിക്കാറ്. അതങ്ങനെ ആയിപ്പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ നല്ല കള്ളനോട് ഈശോ പറഞ്ഞതാണ് കൊച്ചുരസ്യയുടെ മനസ്സിൽ വരുന്നത്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായി. ഓ, കൊച്ചുരസ്യക്ക് ഭയങ്കര ഹോപ്പായി. ഈ കള്ളൻ ഇത്രയും നാൾ ജയിലിൽ കിടന്നവൻ ഇന്ന്. എന്നിട്ട് കൊച്ചുരസ്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, നീ നല്ല കള്ളനോട് കരുണ കാണിച്ച പോലെ ഫ്രൻസീനിയോട് കരുണ കാണിക്കണേ. എന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ ചേച്ചി സെലിൻ്റെ അടുത്ത് കൊച്ചുരസ്യയുടെ പേഴ്സിൽ നിന്ന് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടായിരുന്നത് എടുത്തിട്ട് പറയാണ്, ചേച്ചി വികാരി അച്ഛൻ്റെ അടുത്ത് പോയിട്ടേ ഒരു കുർബാന ചെല്ലാൻ പൈസ കൊടുക്കും, അർജൻറ്റാണ്. എന്താ എനിക്ക് ഇത്ര അർജൻറ്റ്? ഫ്രൻസീനിക്ക് വേണ്ടി. അതിന് ഫ്രൻസീനി ഇപ്പോഴും ജീവിക്കല്ലേ, ഇപ്പോഴാണ് അവന് കൃപ കിട്ടേണ്ട ആവശ്യം, മരിച്ചു കഴിഞ്ഞിട്ടല്ല. ഇതൊക്കെ കൊച്ചുരസ്യയുടെ ബയോഗ്രഫിയിലുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ, 14.5 വയസ്സുള്ള ഒരു കൊച്ച് പറയാണ്. എന്നിട്ട് സെലിൻ അവിടേക്ക് ഓടി കുർബാനയില്ലാക്കാനായിട്ട്. ഇവിടെ കൊച്ചുരസ്യയുടെ മുറിയിൽ ഒരു കുരിശിത രൂപമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ക്രൂശിത, ആ ക്രൂശിത രൂപത്തെ പിടിച്ചുകൊണ്ട് ഈശോയെ, നീ എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഈ ഫ്രൻസീനിക്കും വേണ്ടി അങ്ങ് പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങ് അവനോട് കരുണയായിരിക്കണം. അവൻ മരിക്കുന്നതിന് മുൻപ് അവൻ മാനസാന്തരത്തിനുള്ള ഒരു തുള്ളി കൃപ അവൻ്റെ ആത്മാവിലേക്ക് ഒഴുക്കണം എന്നും പറഞ്ഞൊക്കെ അറിയാൻ തുടങ്ങി. ഒരു കാര്യം എന്നിട്ട് പറയാണ്, ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ നീ കേൾക്കും, ഈ കുഞ്ഞിൻ്റെ കണ്ണുനീര് നീ വെറുതെ കളയില്ല എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഐ ഹാവ് കോൺഫിഡൻസ്. ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലാ കോൺഫിഡൻസ്, ഇതാണ് കോൺഫിഡൻസ് എന്ന ഒരു അപ്പസ്തോലിക പ്രബോധനം തന്നെ ഇറക്കിയിരിക്കുന്നത്. 14.5 വയസ്സുള്ള ഈ കൊച്ചിൻ്റെ കോൺഫിഡൻസ്. അപ്പോൾ അവൾ എന്നിട്ട് ആത്മകഥയിൽ എഴുതിയിരിക്കുകയാണ്, ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് യു വിൽ സേവ് ഹിം. നീ അവനെ രക്ഷിക്കും, നീ അവനെ മാനസാന്തരത്തിനുള്ള സമയം കൊടുക്കും. പക്ഷെ എങ്കിലും ഇത് എൻ്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ്, അതുകൊണ്ട് എനിക്കൊരു അടയാളം തരണം. ദിസ് ഈസ് മൈ ഫസ്റ്റ് ചൈൽഡ് ഇൻ ദ ഹെവൻ. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഫ്രാൻസിനെ മുഴുവനും പിടിച്ചു കുലുക്കിയ ഒരു ട്രിപ്പിൾ മർഡർ ആയിരുന്നു. ഒരു ഫ്ലാറ്റിൽ 3 പേരെ ഇയാൾ കഴുത്തറത്ത് കൊന്നു. അതാണ് ഫ്രാൻസ് മുഴുവനും ഷോക്കായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും ഇയാളെ കൊല്ലണം, അവനെ കൊല്ലണം, അവനെതിരായ നീങ്ങി അവനെ കൊല്ലുന്ന അല്ലെങ്കിൽ ആ ശിക്ഷ നടപ്പാക്കുന്ന സമയത്ത്. അപ്പോൾ അത് പബ്ലിക് എക്സിക്യൂഷനായിരുന്നു, പബ്ലിക് എക്സിക്യൂഷൻ. ഇതൊരു വീഡിയോ, അനിമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് യൂട്യൂബിലുണ്ട്. 30,000 പേര് അത് കാണാൻ അവിടെ വന്നേക്കാണ്, ഈ പബ്ലിക് എക്സിക്യൂഷൻ. അവരെല്ലാവരും ഇവനോട് വിരോധത്തിലായിരുന്നു. ഒരാൾ പോലും ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് തോന്നണില്ല. എന്നാൽ ഈ കൊച്ചു പെൺകുട്ടി 14.5 വയസ്സുള്ള അവൾ വീട്ടിൽ കുരിശ് പിടിച്ചുകൊണ്ട്, കർത്താവേ കരുണയായിരിക്കണേ, ഫ്രൻസീനിയോട് കരുണയായിരിക്കണേ, ഫ്രൻസീനിയോട് ഒരു. അങ്ങനെ ഇരിക്കെ ഈ വശത്ത് പോലീസുകാർ അല്ലെങ്കിൽ പട്ടാളം അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫ്രൻസീനിയെ ഗില്ലറ്റിനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൈക്കൊക്കെ വിലങ്ങ് വെച്ച്, കാലിലും വിലങ്ങ് ചെയിനൊക്കെ ഇട്ടുകൊണ്ട് ഗില്ലറ്റിനിലേക്ക് ഇവൻ്റെ തല വിച്ഛേദിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുമ്പോൾ ഗില്ലറ്റിലേക്ക് തല വെച്ച് അമർത്തണ നേരത്ത് തല വലിച്ചു. പോലീസൊക്കെ അവനെ നിർബന്ധിച്ചു, പ്ലീസ് വെയിറ്റ് എ മിനിറ്റ്. എന്നിട്ട് ഇദ്ദേഹം സാവധാനം വലത്തോട്ട് തിരിഞ്ഞു.
അവിടെയാണ് ഒരു ക്രിസ്ത്യാനിയെ വധിക്കുന്ന സമയത്ത് ഒരു പുരോഹിതൻ അവിടെ ഉണ്ടാവണമെന്നൊരു നിയമമുണ്ട്. ഈ കുമ്പസാരിക്കാൻ ഇയാളുടെ പുറകെ നടന്നിരുന്ന പുരോഹിതൻ അവിടെ കുരിശും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ കുരിശിലേക്ക് നോക്കി പെൻസീനി കണ്ണുനീരൊഴുക്കിയിട്ട് പറഞ്ഞു, പ്ലീസ് പ്ലീസ് ബ്രിങ് ദാറ്റ് ക്രൂസിഫിക്സ്. ആ ക്രൂശിത രൂപം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അന്ന് വരെ ദൈവമില്ല, എനിക്ക് കുമ്പസാരിക്കണ്ട, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഫ്രൻസീനിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈ ജനസമുദ്രം മുഴുവനും മൗനമായി. വൈദികൻ ആ കുരിശ് കൊണ്ട് ഓടിച്ചെന്നു. ഫ്രൻസീനി ആ കുരിശ് രൂപം കയ്യിൽ വാങ്ങി കണ്ണുനീരോടെ ആ കുരിശിൽ 3 പ്രാവശ്യം ചുംബിച്ചു. വൈദികൻ കുരിശ് രൂപം വാങ്ങിയിട്ട് അവനെ ബ്ലസ് ചെയ്തു. അതിനുശേഷം ഫ്രൻസീനി ശിക്ഷ നടപ്പാക്കി. ഈ കാര്യം അടുത്ത ദിവസങ്ങളിലുള്ള, പിറ്റേ ദിവസമൊന്നും ആവില്ല, ന്യൂസ് പേപ്പറുകൾ അന്ന് ഇതേമാതിരി, അന്ന് ഫോട്ടോഗ്രാഫൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ന്യൂസ് ജേർണലിസ്റ്റിൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവും. ആർട്ടിസ്റ്റുമാർ പടപടേന്ന് ഇതങ്ങ് പടം വരയ്ക്കും. അങ്ങനെ ഈ സംഭവത്തിൻ്റെ പടം വരച്ച് ലാ ക്രാസ് എന്ന ഒരു ന്യൂസ് പേപ്പറിൽ ഈ വാർത്ത വന്നു. ഈ വാർത്ത വന്നിരിക്കുന്നത് ഇതാണ്. ഈ വാർത്ത കണ്ടിട്ട് കൊച്ചു ത്രേസ്യ ഈ പേപ്പർ വായിച്ചിട്ട് കണ്ണുനീരൊഴുക്കി കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവേ നന്ദി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. നീ അവനെ 3 പ്രാവശ്യം ചുംബിച്ചു. കൊച്ചുത്രേസ്യയുടെ വേർഷൻ അതാണ്. നീ അവനെ 3 പ്രാവശ്യം ചുംബിച്ചു, അവനെ രക്ഷിച്ചു. നല്ല കള്ളനോട് പറഞ്ഞ പോലെ ഇന്ന് നീ പറുദീസയിലായിരിക്കുമെന്ന് നീ അവനോട് പറഞ്ഞു കാണും. ഇതാണ് എൻ്റെ വിളി. ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഇതുപോലെയുള്ള മഹാപാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇതാണ് എൻ്റെ ദൈവം. അതാണ് കൊച്ചുത്രേസ്യയുടെ വിളിയുടെ ആദ്യത്തെ കൺഫർമേഷൻ. അതാലോചിച്ച് നോക്കി, നമ്മൾ എന്തിനൊക്കെ പ്രാർത്ഥിക്കണേ? നമ്മളുടെ പ്രാർത്ഥനാ പെട്ടി നോക്കുകയാണെങ്കിൽ, എനിവേ ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഞാനൊന്നും പറയുന്നില്ല, നമ്മൾ ആരെയും വിധിക്കേണ്ട. പക്ഷേ ഇങ്ങനെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റും നിരവധി പേർ ദൈവത്തെ അറിയാതെ ദൈവിക രഹസ്യങ്ങൾ അറിയാതെ ജീവിക്കുന്നു. അതിനുവേണ്ടി നാം മധ്യസ്ഥം വഹിക്കുമ്പോൾ അത്ഭുതകരമായ മാനസാന്തരങ്ങൾ ഉണ്ടാകും. പക്ഷെ എങ്ങനെ മധ്യസ്ഥം വഹിക്കണം? കർത്താവിൻ്റെ കരുണാർദ്രമായ ആ ത്യാഗവും സ്നേഹവും, പാപിയെ സ്നേഹിക്കുന്നവരാണ് കർത്താവെന്നും പാപം കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നും ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻ കുട്ടിയായ ഈശോ തമ്പുരാനെ എന്ന് പറയുന്നതിൻ്റെ അന്തരാർത്ഥം മുഴുവനും മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ വലിയ കാര്യങ്ങൾ നടക്കും. ഈ ലോകത്ത് എങ്ങും പുറത്ത് യാത്ര ചെയ്യാത്ത കൊച്ചുത്രേസ്യയാണ് ലോക സുവിശേഷകത്തിൻ്റെ ബാധ്യസ്ഥൻ. ഞാൻ ആ അനുഭവം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ലിസ്യു ബസിലിക്കായിൽ കാണാൻ പോയതാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകും. ഫ്രാൻസിൽ ധ്യാനം വരുമ്പോഴൊക്കെ, പാരീസിൽ ധ്യാനം കഴിയുമ്പോൾ എന്നെയും കൊണ്ട് അവിടുത്തെ ടീംകാർ കൊച്ചുത്രേസ്യയുടെ ബസിലിക്കായിൽ പോകും. അങ്ങനെ ആ ബസിലിക്കായിൽ ഞാനിങ്ങനെ അതിൻ്റെ മനോഹാരിതയും ആ ബസിലിക്കായിൽ മുഴുവനും കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ പല സംഭവങ്ങളുടെയും പെയിൻറ്റിങ്സാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഒരു ശക്തി എന്നെ പുറകോട്ടിങ്ങനെ വലിക്കുന്നതായിട്ട് എനിക്ക് അനുഭവമായി. വലിച്ചാൽ കൊണ്ടുപോകാം. അപ്പം ഞാനങ്ങോട്ട് പോവുകയാണ്. ഇതെന്താ സംഭവിക്കണേ?
പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ആ ബസിലിക്കായുടെ പ്രധാന കവാടത്തിന് തൊട്ട് മുൻപായിട്ട് താഴേക്കൊരു സ്റ്റെയർ കേസ് ഉണ്ട്. അതിലൂടെ കൊണ്ടുപോയി ക്രിപ്റ്റ എന്ന് പറയും, ബേസ്മെൻറ്റ്, അവിടേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ് കപ്പേല ദ അഡറേഷൻ, അതായത് അഡറേഷൻ കപ്പേല ചാപ്പൽ. അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ആരുമില്ല ചാപ്പലിൽ. സക്രാരിയിലേക്ക് നോക്കുമ്പോൾ ഈശോയുടെ മുഖം ഒരുപാട് വലിയ മുള്ളുകളുള്ള മുൾമുടി ധരിച്ച് ഈശോയുടെ മുഖം, കണ്ണുനീരൊഴുക്കുന്ന ഈശോയുടെ മുഖം. ഈശോ എന്നോട് പറയാണ്, എൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാമോ? ഞാൻ പറഞ്ഞിരിക്കാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാം, ഈശോനെ വിടണില്ല. വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ടി വന്നു. ഒരു മനുഷ്യൻ വേറെ അവിടെ വന്നിട്ടില്ല. വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറയാണ്, ഒരു 5 മണിക്കാതെ അടച്ചും, ആൾക്കാർ വന്ന് നമ്മളെ പുറത്താക്കും. അതിനു മുമ്പ് ഈശോ എന്നോട് പറയാണ്, നിനക്ക് നിൻ്റെ ടീമിലുള്ള കുറച്ച് പേരെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥിരം എൻ്റെ കൂടെ ഇരുത്താമോ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് പ്രവചനം, പ്രോഫറ്റിക് മെസ്സേജ് എന്ന് പറഞ്ഞത്. ഉടനെ പറഞ്ഞു യെസ്. അപ്പോൾ എനിക്ക് ജർമ്മനിയിൽ, ഓസ്ട്രിയയിൽ ഒക്കെ പല സ്ഥലത്ത് നിത്യാരാധനാ കേന്ദ്രങ്ങൾ നമ്മൾ തുടങ്ങി. ഇവിടെ ഭാരതത്തിൽ 100-ൽ പരം നിത്യാരാധനാ കേന്ദ്രങ്ങളാണ് നമ്മൾ തുടങ്ങിയത്. എന്തിനു പറയുന്നു? ഇവിടെ എമ്മാവൂസിലുള്ള നിത്യാരാധനയും വാസ്തവത്തിൽ നമ്മളായിട്ട് തുടങ്ങിയതാണ്. അന്ന് ഞങ്ങളിവിടെ എല്ലാ ദിവസവും വെളുപ്പിന് 3:30 മണിക്ക് ഞാനും ഷാജി ഇവരെല്ലാം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ ടീമിൽ നിന്ന് കുറച്ച് പേരെ ഇവിടെ പോസ്റ്റ് ചെയ്തു, സ്ഥിരമായിട്ട് കുറച്ച് പേര്. പിന്നീടാണ് സോണിൽ നിന്ന് ആൾക്കാരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് മാറ്റിയത്. 100-ൽ പരം നിത്യാരാധനാ സെൻറ്ററുകൾ നമ്മളെ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിച്ചു. അത് കഴിഞ്ഞിട്ടാണ് യൂറോപ്പിലേക്ക് പോയതും അവിടെ നിത്യാരാധനാ സെൻറ്ററുകളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ ടീമിലുണ്ടായിരുന്ന വേറെ 2 പേര്, ബാബു, കണ്ണില്ലാത്ത കുരുടനായിരുന്ന ബാബുവായിരുന്നു നമ്മുടെ കീബോർഡ് വായിച്ചിരുന്നത്. ബാബുവാണ് സുനിൽ. ഇവർ 2 പേരും കർത്താവിൻ്റെ പ്രത്യേക അരുളപ്പാടനുസരിച്ച് ഓസ്ട്രിയക്കാരി പെണ്ണുങ്ങളെ വിവാഹം ചെയ്ത് അവരിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളടക്കമാണ് ഇപ്പോൾ അവിടെ നിത്യാരാധന നടത്തുന്നത്. 4 പെൺകുട്ടികളാണ് സുനിലിന്. 4 പെൺകുട്ടി സുനിലിൻ്റെ ഫാമിലി, അവരാണ് നിത്യാരാധന. അതിൽ മൂത്തവൾ ഇപ്പോൾ തിയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു കാര്യം. എനിവേ, ഇനി കേട്ടോ, എന്നോട് എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ പറഞ്ഞു ഞാൻ ആളെ കൊണ്ടുവരാം, നമുക്ക് ഇവിടെ നിത്യാരാധന തുടങ്ങാം. അപ്പോൾ ഈശോ പറയാണ്, നീ ഇവിടെ നിന്നിറങ്ങി ലെഫ്റ്റിലേക്ക് തിരിയണം, 200 മീറ്റർ നടക്കും. ഇതൊക്കെയാണ് ദൈവസ്വരം ശ്രവിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. 200 മീറ്റർ നടന്നു കഴിയുമ്പോൾ അവിടെ നിന്നിട്ട് തല ഉയർത്തി നോക്കുമ്പോൾ ഒരു ബോർഡ് കാണും, ഫ്ലാറ്റ് ഫോർ റെന്റ്, അതായത് വാടകയ്ക്ക് ഫ്ലാറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ആളെ കോണ്ടാക്ട് ചെയ്യുക, ആ ഫ്ലാറ്റ് റെന്റിനെടുക്കുക, അവിടെ നീ ആൾക്കാരുമായിട്ട് താമസിക്കുക. അവിടെ നിന്ന് 200 മീറ്ററോട് നടക്കാൻ ദൂരമുള്ളൂ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഞാൻ കേട്ടപാടി കേൾക്കാത്തപാടി നടക്കല്ല, ഓടി. അപ്പം നമ്മൾക്ക് എൻജിനീയറിങ്ങിന് 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഇതൊരു മീറ്ററാണ്, 2 ഇങ്ങനെയാണ് നമ്മുടെ ഒരു കണക്ക്, അളക്കാനുള്ളൊരു റഫ് കണക്ക്. അപ്പം അങ്ങനെ ഞാൻ 200 മീറ്റർ അളന്നു. എന്നിട്ടാണെന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ടൊരു ബോർഡ്. അയാളെ വിളിച്ചപ്പോൾ പറഞ്ഞു, ആ ഫ്ലാറ്റ് ഫ്രീ ആണ്, നീ രാവിലെ 9 മണിക്ക് എൻ്റെ ഓഫീസിൽ വായോ, നമുക്ക് സംസാരിക്കാൻ തുടങ്ങി. രാവിലെ 9 മണിക്ക് ഞാൻ ഓടി അയാളെ ചെന്നു. അയാൾ പറഞ്ഞു 1000 യൂറോ റെൻ്റാണ്, 3000 യൂറോ ഡെപ്പോസിറ്റ് വേണം. ഞാൻ പറഞ്ഞു, സാറേ ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല തൽക്കാലത്തേക്ക്, പക്ഷേ ഫ്ലാറ്റ് എനിക്ക് വേണം. അങ്ങനെ ഇരിക്കുന്ന നേരത്തെ ഇയാൾ എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയണം, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ.
ഞാൻ പറഞ്ഞു നമ്മളെവിടെയാ കണ്ടേ? ആ, ഇന്ന് രാവിലെ കുർബാനയ്ക്ക് നീ എൻ്റെ അടുത്തിരുന്ന് എനിക്ക് സമാധാനം ആശംസിച്ചില്ലേ? ഓ യെസ് യെസ്. ഓ, നീ കൊച്ചുറേസിയുടെ ആളാണല്ലേ, അതുകൊണ്ട് 3000 യൂറോ ഡെപ്പോസിറ്റ് വേണ്ട, നീ ഫ്ലാറ്റ് എടുത്തോ, ഫ്ലാറ്റിൽ താമസിച്ച് കഴിഞ്ഞിട്ട് സൗകര്യം പോലെ പൈസ തന്നാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ 1 മാസം കഴിയുമ്പോൾ ആളുകളുമായിട്ട് വരും. ഓക്കെ, ആർക്കും ഞാൻ കൊടുക്കില്ല നിൻ്റെ പേരിൽ. 1 മാസം കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ പൈസ ഒന്നും വന്നില്ല. പക്ഷെ ഞാൻ പോവുകയാണ് ഫ്രാൻസിലേക്ക്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കൊണ്ടുപോകുന്ന ജോസ് പാറക്കടവിൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. പുള്ളി നമ്മുടെ കാസറ്റുകൾ വിഴുങ്ങിയിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ. നമ്മുടെ 30 കാസറ്റിൻ്റെ പെട്ടി ഇയാൾ എന്തോ ഒരു വലിയ രോഗമായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ നാട്ടിൽ നിന്ന് ആരോ കൊണ്ടുചെന്ന് കൊടുത്തു, ഇത് കേക്ക്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് രോഗശാന്തി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ധ്യാനങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നെ ഫ്രാൻസിലേക്ക് വിളിക്കുന്നതും അവിടെ ധ്യാനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. കണ്ടോ കാസറ്റ്. എനിവേ, അപ്പോൾ ഈ ജോസ് പാറക്കടവിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നിട്ട് വേറെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ വണ്ടിയിൽ വന്നപ്പോഴേ, അതെ ബ്രദറെ, ഞാനിങ്ങനെ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പെണ്ണ് ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ തോമസ് പോൾ ബ്രദറിനെ കാണുമോ? ഞാൻ അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്യാൻ പോകാനല്ലോ. എന്നാൽ ഈ കവറൊന്നും അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നു. കറക്റ്റ് 1000 യൂറോ അതിനകത്ത്. ഇതൊക്കെ എന്ത് രസമല്ലേ, കർത്താവിൻ്റെ പരിപാലന. കൊച്ചുറേസ്യ പുണ്യവതി, എവിടെ ചെന്നാലും കൊച്ചുറേസ്യ പുണ്യവതി എന്നെ സഹായിക്കാൻ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന 2 സിസ്റ്റർമാർ കൊച്ചുറേസ്യ പുണ്യവതിയുടെ സിസ്റ്റർമാരാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ വേറെ ഇവരുടെ കോൺഗ്രിഗേഷനിൽ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആലുവയിൽ സെൻറ്റ് സേവിയേഴ്സ് അല്ലേ, അതെ സെൻറ്റ് സേവിയേഴ്സ് കോളേജല്ലേ, അവിടെ വെച്ച് 450ഓളം സിസ്റ്റേഴ്സ് CTCയുടെ സിസ്റ്റേഴ്സിന് ഒരു ധ്യാനമായിരുന്നു. പറയണോ വേണ്ടെന്ന് അറിയില്ല. അപ്പോൾ കൊച്ചുറേസ്യയുടെ കുറേ പുസ്തകങ്ങളൊക്കെ നമ്മൾ അടിച്ചിറക്കിയിട്ടുണ്ട്. ജീവൻ്റെ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞ് ആ ആത്മകഥ ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൽ ജ്വലിക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചുറേസ്യയുടെ സ്പിരിച്വാലിറ്റിയുടെയാണ് ധ്യാനം മുഴുവനും. 5 ദിവസം ടെറേഷ്യൻ റിട്രീറ്റിലാണ് കൊച്ചുറേസ്യയുടെ സ്പിരിച്വാലിറ്റി. അങ്ങനെ ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിശ്വസിക്കണമെന്നില്ല ആരും. ഞാനുണ്ടായ ഒരു സംഭവം പറയണമെന്ന് വിചാരിച്ചാൽ മതി. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിടത്തൊരു റോസാപുഷ്പം, നല്ല വാസനയുള്ള റോസാപുഷ്പം. ഞാനത് എടുത്തിട്ട് എനിക്കൊരു ഭയങ്കര സ്പർശനമായത്, ഭയങ്കര ഒരു ദിവ്യ അനുഭൂതി. അപ്പം ഞാൻ സിസ്റ്റർമാരോട് ചോദിച്ചു, ഈ പൂവ് ആരെവിടെ കൊണ്ടുവന്നിട്ടത്? ഇങ്ങനത്തെ പൂവ് ഇത് എവിടെ നിന്ന് വന്നത്? ഇത് ഇവിടെ കിടക്കണം, ഈ പൂവ് ഇവിടെ ഒന്നുമില്ലല്ലോ, ഇത് ഇവിടുത്തെ പൂക്കൾ ഈ ഗാർഡനിൽ ഇങ്ങനത്തെ പൂവില്ലല്ലോ. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല, സൂക്ഷിച്ചത് എൻ്റെ പോക്കറ്റിൽ വെച്ച്. എനിക്ക് മനസ്സിലായി ഇത് കൊച്ചുറേസ്യ പൂർണ്ണമായിട്ട് 5 ദിവസം കൊച്ചുറേസ്യ പുണ്യവതിയുടെ 450ഓളം സിസ്റ്റർമാരെ ധ്യാനിപ്പിച്ചപ്പോൾ എനിക്ക് സ്വർഗത്തിൽ നിന്ന് തന്ന റോസാപുഷ്പമാണ്. ഐ ബിലീവ്. എനിക്കിത് എവിടെയും കൺഫർമേഷൻ കൊണ്ട് ആവശ്യമില്ല. അതുപോലെ ഒരു ആത്മബന്ധമായി പോയി കൊച്ചുറേസ്യയുമായിട്ട്, അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റി ആയിട്ട്. നമ്മൾ വ്യക്തിയുമായിട്ടല്ല, ആ പ്രബോധനം, ആ രഹസ്യം, ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. അപ്പോൾ നമ്മൾ കൊച്ചുറേസ്യയുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കണം. ഇപ്പോൾ മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന ദ കോൺഫിഡൻസ് എന്നുള്ള കംപ്ലീറ്റ് കൊച്ചുറേസ്യയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചുറേസ്യ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, നവമാലിക എന്ന് പറയുന്ന ആ പുസ്തകം വായിക്കണം. നവമാലിക, അതാണ് കൊച്ചുറേസ്യയുടെ ആത്മകഥ. നമ്മുടെ താമരശ്ശേരി രൂപതയിലെ മെത്രാപ്പോലീത്ത റെമേജിയോസ് പിതാവ് ആവണയ്ക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ അവിടെ ചിറ്റിലപ്പള്ളി പിതാവായിരുന്നു. പിതാവിനെ കാണാൻ ചെല്ലുമ്പോൾ
ഈ റെമേജിയോസ് അച്ഛൻ ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ലിസ്യുവിലാണ് എൻ്റെ ആരാധനാ സ്ഥലവും ഇതൊക്കെ. ലിസ്യുവിലോ? അയ്യോ. അപ്പോൾ പുള്ളി പറയാൻ, ഞാൻ കൊച്ചുറേസിയയുടെ മകനാണ്. അതെന്താ അങ്ങനെ പറയാം? ഞാൻ അച്ഛനാകണത് വിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കണ നേരത്ത് എൻ്റെ അടുത്ത് ഒരു സഹോദരി നവമാലിക കൊണ്ടുവന്ന് തന്നു. ഞാനത് വായിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അയലോകത്തെ പള്ളിയിലെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ പള്ളിപ്പെരുന്നാളിന് വന്ന് ഒരു 2 വാക്ക് പ്രസംഗിക്കാമോ? ആ, വരാലോ. അതേത്? കൊച്ചുറേസ്യ പുണ്യവതിയിലെ തിരുനാൾ. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ഒരു സമ്മാനപ്പെട്ടി ഒരാൾ കൊണ്ടുവന്ന് തന്നേക്കണം. അത് കൊച്ചുറേസ്യ പുണ്യവതിയുടെ രൂപം. ഇങ്ങനെ കൊച്ചുറേസ്യ ഇദ്ദേഹത്തിന് പുറകെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നവമാലിയെ വായിക്കുകയും ഈ കൊച്ചുറേസ്യ പുണ്യവതിയെ കുറിച്ച് 2-3 പ്രസംഗമൊക്കെ നടത്തി കഴിഞ്ഞതോടെ അച്ഛൻ്റെ ദൈവവിളി തിരിച്ചു കിട്ടി. അച്ഛൻ സെമിനാരി വിട്ട് പോകണ്ട എന്നും വൈദികനാകണം എന്നുള്ള പൂർണ്ണ തീരുമാനമായി. അത് കഴിഞ്ഞ് വൈദികനായി കഴിഞ്ഞപ്പോഴാണ് കൊച്ചുറേസ്യ പുണ്യവതിയെ ഡോക്ടർ ഓഫ് ദ ചർച്ചായി പ്രഖ്യാപിക്കുന്ന നേരത്ത് അവിചാരിതമായിട്ട് അദ്ദേഹത്തിനെ റോമിലേക്ക് കൊണ്ടുപോയി ആ സംഭവത്തിൽ പങ്കാളിയാക്കി. അപ്പോൾ ഞാനും കൊച്ചുറേസ്യ പുണ്യവതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റെമേജിയോസ് അച്ഛന് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഇതാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, കൊച്ചുറേസ്യയെ വേദപാരംഗതയാക്കി പ്രഖ്യാപിച്ചപ്പോൾ കൊച്ചുറേസ്യ ഒരു സെമിനാരിയിലോ ബൈബിൾ കോളേജിലോ ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദൈവശാസ്ത്ര പഠനം ചെയ്യാത്ത ഒരു കുഞ്ഞിനെ വേദപാരംഗതയാക്കി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അവൾ ഗുരുവിൽ നിന്ന് നേരിട്ട് എല്ലാം പഠിച്ചു. He learned from the doctor of the doctors. ഇതാണ് ഈ 3-ാം സഹസ്രാബ്ദത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയതയാണ് എന്നാണ് ജോൺ പോൾ 2 മാർപ്പാപ്പ എഴുതിയിട്ടുള്ളത്. എനിവേ, അപ്പോൾ ഇത് നിങ്ങൾ വായിക്കണം. എന്നിട്ട് റെമേജിയോസ് പിതാവ് മെത്രാനായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ നവമാലിക എല്ലാ ഭവനത്തിലും സമ്മാനമായിട്ട് കൊടുത്തു. അവരുടെ രൂപതയിലെ എല്ലാ ഭവനത്തിലും അല്ലേ സമ്മാനമായിട്ട് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് വായിക്കണം. നവമാലിക, സ്റ്റോറി ഓഫ് ദ സോൾ, അതിൻ്റെ മലയാളം പേരാണ് നവമാലിക. അത് ഇവിടെയുള്ള എല്ലാ കടകളിലും പുസ്തക ഷോപ്പുകളിൽ കിട്ടും കേട്ടോ. അത് വായിക്കുമ്പോഴാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അതുപോലെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നതിൻ്റെ എല്ലാം ഒരു തത്വം മനസ്സിലാവുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞുപോയി. കൊച്ചുറേസ്യയുടെ സിസ്റ്റർമാർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കൂടി ആകണം. ഐ എം വെരി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടോ, നമ്മുടെ ഇത്രയും കൂട്ടായ്മയിൽ 2 സിസ്റ്റർമാരേ ഉള്ളൂ എന്ന് തോന്നണം. വേറെ ആരെങ്കിലും ഉണ്ടോ സിസ്റ്റർമാർ? അല്ല, 2 പേരേ ഉള്ളൂ എന്ന് തോന്നണില്ലേ? വേറെ ആരുമില്ല. കണ്ടോ, അത് കൊച്ചുറേസ്യ ആരാണ് പുറകിൽ? നമ്മുടെ ആടെ അവിടെ ഒളിച്ചിരിക്കാനല്ലേ. അപ്പൊ ഈ ഗ്രൂപ്പിലൊന്നും കണ്ടില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ഐ നോ ഹെയർ. അപ്പം ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗ്രൂപ്പിലേക്ക് കയറാം. ഇത്രയും കൊണ്ട് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയില്ലേ? മാത്രമല്ല, ഐഡിയ എന്നല്ല, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു പുതിയ മാനമുണ്ടാകണം. പുതിയ മാനം. നമ്മളിങ്ങനെ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. അതിനാണ് ഞാൻ ഈ കൊച്ചുറേസ്യയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകും. അതുകൂടാതെ ആ കൊച്ചുറേസ്യയുടെ ആത്മകഥയിൽ നിന്നുള്ള ഉത്തേജനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായിട്ട് എഴുതിയ ഒരു അപ്പസ്തോലിക പ്രബോധനമാണ് ദ കോൺഫിഡൻസ്. ഇതാണ് കോൺഫിഡൻസ് എന്നുള്ളതിന് മലയാളം എന്താ? ഇതാണ് ദൈവാശ്രയം. അത് വായിക്കണം.
നമ്മൾ ഈ ദൈവ ആശ്രയമില്ലാതെ പ്രാർത്ഥിച്ചാൽ അയ്യോ അത് പറയണ്ട, അത് പറഞ്ഞാൽ വിഷമാവും, അല്ലെങ്കിൽ പറയാല്ലേ. ഈ യാക്കോബ് ശ്ലീഹ എഴുതിയേക്കണ ഒരു വലിയ പൊട്ടാസുണ്ട്, വലിയൊരു പടക്കമാണത്. വായിച്ചാൽ പടക്കം പൊട്ടമായിരിക്കും. ദൈവാശ്രയമില്ലാതെ പ്രാർത്ഥിക്കുന്നവൻ കടലിലെ തിരമാല പോലെയാണ്. എന്തെങ്കിലും അവന് കിട്ടുമെന്ന് വിചാരിക്കേണ്ടത്. അങ്ങനെ വിചാരിക്കും. ശരിക്കും ഒന്ന് വായിച്ചേ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിൽ 5-ആണോ 6-ആണോ? സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കരും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ശരി കൂടി പോയില്ലേ? ഈ യാക്കോബ് ശ്ലീഹ എന്നൊക്കെ പറഞ്ഞാലേ നമ്മളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി എഴുതുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അവസാനം എഴുതിയേക്കണം എന്താണെന്നറിയാമോ? നമ്മളും 6:15 അല്ല 5:17 ഇല്ല നമ്മളും ഏലിയായെ പോലെയുള്ള മനുഷ്യരാണ്. അത് ആദ്യം വായിച്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. എലിയ നമ്മെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ മതി. ഇപ്പൊ ആരുടെ മൈക്ക കൂടുതൽ ശക്തി? വെരി ഗുഡ്. എന്താ അയാളുടെ പേര്? ഡേവിഡ്. ഓക്കെ, ഡാനിയൽ അച്ഛൻ്റെ ടീമാണല്ലേ? ഓക്കെ. അപ്പം ഇവിടുത്തെ ഈ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആരാണ്? നമ്മളും ഏലിയായെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. വാസ്തവത്തിൽ അതിനേക്കാൾ കൂടുതലാണ്. കർത്താവ് ഈശോ പറഞ്ഞേക്കളെന്താ? ഈശോ പറഞ്ഞു, യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലുത് യോഹന്നാനാണ്. എന്നാൽ ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അതായത് എല്ലാ പ്രവാചകരായാലും യോഹന്നാനെ പോലെ ഒരു പ്രവാചകനുമില്ല. കാരണം അവരാരും യേശുക്രിസ്തുവിനെ കണ്ടില്ല. യോഹന്നാൻ എന്ത് കിട്ടി? യേശുക്രിസ്തുവിനെ നേരിട്ട് കാണാനും ശബയോഹന്നാൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്താനുമുള്ള ഭാഗ്യം കിട്ടി. വലിയ കാര്യമുണ്ട്, വലിയ കാര്യം. എന്നിട്ട് പറയാണ്, എന്നാലും ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അതാരാ? അത് നമ്മളെല്ലാവരുമാണ്. നമ്മൾ സ്നാപയോഹന്നാനേക്കാളും വലുതാണോ? നമ്മൾ ഏലിയായേക്കാളും വലുതാണോ? എന്തുകൊണ്ട്? എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ മാനവനിൽ നിവസിക്കും, അവനിൽ ഞാൻ. ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഇത് പഴയ നിയമത്തിലെ ഏതെങ്കിലും പ്രവാചകന്മാർക്കോ ഈവൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പോലും കിട്ടിയിട്ടുണ്ടോ ഈ ഭാഗ്യം? അപ്പൊ നമ്മൾ അത്രയ്ക്ക് പുണ്യപ്പെട്ടവരാണ്. നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളെ ഓർത്തൊന്നും നമ്മുടെ കൃപ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഒരാളിൻ്റെ അടുത്ത് എനിക്ക് വന്നിട്ട് പറഞ്ഞു, ഷോ ആകെ പോയി സാറേ, അതപ്പതിച്ചു പോയി. അതെന്താ? ഞാൻ വീണുപോയി, എനിക്ക് നിരാശയായി. അതെന്താ അങ്ങനെ പറയണേ? അല്ല,
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കുകയും അതിനുശേഷം വീണു പോവുകയും ചെയ്താൽ പിന്നെ അവന് രക്ഷയില്ല. അത് കാരണം എൻ്റെ അവസ്ഥ ദുരിതം, ഞാൻ വല്ല സൂയിസൈഡ് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിരിക്കുകയാണ്. എവിടെയാണത്? എബ്രായർ 6 അല്ലേ? എബ്രായർ 6 എത്രയാണ്? 6:4. എന്താണെന്ന് വായിച്ചേ? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അതാണ്, ഇതാണ് നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്തു എന്നിട്ട് ഇങ്ങനെയുള്ള ചില വചനങ്ങളെ പിടിച്ചുകൊണ്ട് നമ്മളങ്ങ് നെഗറ്റീവിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞേ ചേട്ടായി, അതിൻ്റെ താഴെ അടുത്ത പാരഗ്രാഫിൽ എഴുതിയേക്കണമെന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധത്തെ നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. സമാധാനമായോ? അതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു വചനം ഒരാൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അതിന് മുകളിലും താഴെയും കുറച്ച് വായിക്കുക. അപ്പം അതിന് വേറെ ഉത്തരവുണ്ടാവും. ഇയാളിത് കേട്ടിട്ട് എൻ്റെ കർത്താവ് ഞാനത് കണ്ടില്ലല്ലോ, മനസ്സിലായ? അതാണ് പറയുന്നത്, കണ്ണുണ്ടായാൽ പോരാ, വചനങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒരു വചനത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അവിടെ നിർത്തരുത്, തുടർന്ന് വായിക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മുകളിലെ ഭാഗം വായിക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള അധ്യായം വായിക്കുക. അപ്പോൾ അവിടെ ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ തിന്മയ്ക്കല്ല അവസാന വാക്ക്. തിന്മ മനുഷ്യനിൽ ഉണ്ടായാലും ആ തിന്മയുടെ മേൽ വിജയം സ്ഥാപിച്ചു. അത് തിൻപിഴ കാരണമായി മർത്യന് വന്ന ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തി ശിക്ഷകരും രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈ രാവിൽ ഓക്കെ, ഇത്തരം മതി, നമുക്ക് മുഴുവനും ഇത്തരം കാര്യമുള്ളൂ. അത് ഈ രാത്രി ഉയർപ്പ് ശനിയാഴ്ച രാത്രിയിലത്തെ എന്താണ് എക്സോൾട്ടഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിലുള്ള തിന്മയുടെ ആദ്യ കാരണം നമ്മളല്ല. അങ്ങനെയൊക്കെ പറയില്ല കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ പിള്ളേർ എന്തോ ആവാന്ന് വിചാരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. ഇവിടെ ഇത്ര എത്തിയിട്ടുള്ളൂ നമ്മുടെ സുവിശേഷം, അങ്ങനെയൊന്നും പറയണ്ട. ഒരിക്കൽ ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചേക്കാണ് അവർ. ഭക്ഷണം അമ്മച്ചിയിലായിക്കൊണ്ടിരിക്കുന്ന അടുത്ത് കൊച്ചുമോൻ എൻ്റെ അടുത്ത് വന്നിട്ട് സ്വകാര്യമായിട്ട് ചോദിക്കാൻ, ബ്രദറെങ്കിലേ അടുത്ത ഞായറാഴ്ച ഞാൻ ആദ്യ കുർബാന കൈക്കൊള്ളാൻ പോകാണ്, അത് കഴിഞ്ഞ് എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നരകത്തിൽ പോകല്ലേ? അവനിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോഴേക്കും മമ്മി അത് കേട്ട് ഓടി വരാണ്. എൻ്റെ ബ്രദറെ അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചേക്കണത് ഇവരെന്തെങ്കിലും അക്രമം ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യ കുർബാനയുടെ കാറ്റഗിസം പഠിപ്പിച്ചത് ആണ്. സൂക്ഷിക്കണം, നീ ആദ്യ കുർബാന ആയിക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നരകത്തിൽ പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഈ കൊച്ചു മനസ്സിന് ആ നുണ മനസ്സിലാകുന്നുണ്ട്, ഇത് ശരിയല്ല.
ദൈവം സ്നേഹമാണ്. ദൈവം എന്നെ അങ്ങനെ നരകത്തിലൊന്നും കൊണ്ടുപോകില്ല. അതും പ്രത്യേകിച്ച് ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ ഉത്തരം കൊടുക്കണം. അമ്മേനെ രക്ഷിക്കണം, മോനെ രക്ഷിക്കണം. ഞാൻ അമ്മയോട് പിന്നെ പറഞ്ഞു, നമ്മൾ കുഞ്ഞിനെ ആദ്യ കുർബാന കൈക്കൊള്ളാൻ പഠിപ്പിക്കുമ്പോൾ യേശുവിനെ കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത്. യേശുവിൻ്റെ ആ കരുണാർദ്രമായ സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത്. ആ യേശുവിനെയാണ് അവൻ സ്വീകരിക്കാൻ പോണത്. അപ്പം ഇതും വെച്ചുകൊണ്ട് അവൻ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ്? പിന്നെ എന്ത് ചെയ്യണം ബ്രദറെ? ഇവർ ഭയങ്കര തിന്മ ചെയ്യുമെന്ന് കർത്താവിനറിയാലോ. കർത്താവ് അതിനൊക്കെ പരിഹാരം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ, നീ ആദ്യ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ ഈശോ മിശിഹ ജീവിക്കുകയാണ്. പിന്നെ നിനക്ക് തിന്മ ചെയ്യാൻ പറ്റില്ല. കാരണം നിന്റെ അകത്ത് പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ അകത്ത് കൃപ നിറഞ്ഞിരിക്കുന്നു. പിന്നെ നിനക്ക് തിന്മ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ചിലപ്പോൾ എന്തെങ്കിലും നീ നിന്റെ പെങ്ങളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തേക്കാം. വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ചെറിയ അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കണം. താങ്ക് യു. അപ്പോൾ കുമ്പസാരിച്ചാൽ മതിയല്ലേ? കുമ്പസാരിക്കണം. സമാധാനമായി. അപ്പം നമ്മൾ ഇനിയും സുവിശേഷത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയിട്ടില്ല. അതാണ് പൗലോസ് 10-ാം അധ്യായം, റോമർ 10-ാം അധ്യായത്തിൽ പറയുന്നത്, അവർക്ക് തീഷ്ണതയുണ്ട്. എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേ ഉള്ളൂ. വായിച്ചേർന്ന് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എന്നിട്ട് അടുത്തേക്ക് ഇരിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും അവരുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത പാലിക്കുന്നത് കൊണ്ടുമാണ്. ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ഇത് വേറൊരു വലിയ സബ്ജക്റ്റാണ്, ദൈവനീതി. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. ഇത് നിങ്ങൾ ഇനി പഠിക്കണം. ഒന്ന് റോമക്കാർക്ക് ലേഖനം 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ മുഴുവനും ദൈവനീതിയെ കുറിച്ചാണ്. ഓക്കെ, തൽക്കാലം ഇത്രയും മതി. അപ്പോൾ നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ അറിവുകൾ കൊച്ചേസ്യ പുണ്യവതിയുടെ മാധ്യസ്ഥവും നമ്മളെല്ലാവരിലും സഭയുടെ പ്രബോധനത്തിൽ അനുസരിച്ചുള്ള ഒരു വിശ്വാസവും നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് നീങ്ങുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കും നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കേണ്ട വിധം എന്താണെന്ന് ഞാൻ പറയാം. അതിങ്ങനെയാണ്. നമ്മൾ ഇതുപോലെ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ ആദ്യം ഒരു ലീഡറെ തിരഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, ഞങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. മനസ്സിലായി? പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കത്തോലിക്ക സഭയിൽ എന്തെല്ലാം മേഖലകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭ പടുത്തുയർത്തുക.
അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തരും, അല്ലെങ്കിൽ ഒരു പ്രവചനം തരും. അത് ആ ലീഡർ അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പറയും. എന്തെടുത്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. ചിലർ പറയും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന സാവധാനം ചൊല്ലി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ പറയും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു രഹസ്യമോ 2 രഹസ്യമോ കൊന്ത ചൊല്ലാം ആ സമയത്ത്. കുരിശിൻ്റെ വഴി, ഇപ്പോൾ മുഴുവൻ കുരിശിൻ്റെ വഴി ഇപ്പോൾ തൽക്കാലം ലഘുവായിട്ട് കുരിശിൻ്റെ വഴിയെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ അതിലേക്ക് ദർശനങ്ങളായിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ സങ്കീർത്തനം മുഴുവൻ കരുണക്കൊന്ത ഇപ്പോൾ ചെല്ലാൻ സമയമില്ല, കുറച്ച് ഒരു രഹസ്യം ചെല്ലാം. സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിക്കുക, വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. മനസ്സിലായോ? ഒന്ന്, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആ സന്ദേശം കിട്ടണം. ആ സന്ദേശം നിങ്ങൾ റെക്കോർഡ് എഴുതണം. എന്നിട്ട് അതനുസരിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദർശനങ്ങൾ കാണും, പ്രവചനങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഉത്തരേന്ത്യയിലെ ഒരു മാപ്പ് കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ മുഴുവനും കാർമേഘമാണ് കാണുന്നത്. അപ്പോൾ ഉത്തരേന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദർശനം കിട്ടിയ ആൾക്ക് വീണ്ടും ദർശനം വരും. അയ്യോ, ആ കാർമേഘങ്ങളൊക്കെ ദേ മാറി മാറി പോകുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടെ ഏൽക്കുന്നു. വേറൊരാൾക്ക് കിട്ടി, ഇന്ന സ്ഥലത്തൊരു കൺവെൻഷൻ വരാൻ പോവുകയാണ്, ആ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാ പറയണം. ഓക്കെ, അങ്ങനെ ആ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ, കൺവെൻഷൻ പന്തലിടുന്ന നേരത്ത് 4 ആളുകൾ വന്ന ആ പന്തൽ കാലൊക്കെ വലിച്ചു കീറിക്കൊണ്ട് പോകും. അതിൻ്റെ അർത്ഥം അവിടെ ആ കൺവെൻഷന് എതിർ ശക്തികൾ പ്രവർത്തിക്കുന്നു, പിശാചിൻ്റെ. അപ്പോൾ അവിടെ അതിന് ഡെലിവറൻസ് നടത്തി പ്രാർത്ഥിക്കണം. കൺവെൻഷൻ നടത്തുന്നത് ഇഷ്ടമില്ലാത്തത് ആരാ? പിശാചാണ്. പിശാച് തുടങ്ങുമ്പോഴേ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന് ഡെലിവറൻസ് നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ കൺവെൻഷൻ പന്തലിൻ്റെ കുറ്റിയൊക്കെ അവിടെ വീണ്ടും വന്നിരിക്കണം, പന്തൽ റെഡിയായിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രാർത്ഥന കർത്താവ് അവിടെ കേട്ടു. ഇതൊക്കെ ചില പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ചില അടയാളങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയാണ്. നമ്മൾ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണോ, കഴിഞ്ഞ ഗ്രൂപ്പിനെ റീഷഫിൾ ചെയ്യണോ? ഷഫിൾ ചെയ്താൽ മതി അല്ലേ, നമ്മൾ നേരത്തെ ഇന്നലെ ചെയ്ത മാതിരി. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് ചെയ്യാമോ? ആരാണ് ഇവിടെ ഗ്രൂപ്പ് റീഷഫിൾ ചെയ്യാൻ? ആർക്കാ? ഓക്കെ, ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ, ഈ ഗ്രൂപ്പുകളിൽ ഇല്ലാത്തവർ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരാം കേട്ടോ, പുതിയതായിട്ട് വന്നേക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 എഴുന്നേറ്റ് നിൽക്കുക. പഴയ ഗ്രൂപ്പ് നമ്പർ 1, ഈ കഴിഞ്ഞ ഗ്രൂപ്പ് നമ്പർ 1. ജെയിൻ നമ്പറൊക്കെ ഓർത്തേക്കണേ, നിങ്ങൾ ആരെങ്കിലും നമ്പർ ഓർത്തേക്കണം. ഇപ്പോൾ ഈ ഗ്രൂപ്പിലെ 1ാം ഗ്രൂപ്പിലെ ഇനി 1, 2, 3 എന്ന് നമ്പർ എടുക്കാൻ പോകാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ പുതിയ നമ്പർ. ഓക്കെ, ഇയാളെപ്പോഴും 1 തന്നെയാണല്ലോ. നമുക്ക് അവിടെ നിന്ന് എടുക്കാം. 1, 2, 3, 4, അവിടെ ലാസ്റ്റ് 5, 6, 7. അപ്പോഴും നമ്പർ 7 കിട്ടി. ഓക്കെ, അപ്പോൾ 7 ഗ്രൂപ്പ് നമ്പർ 1 കഴിഞ്ഞു. ഗ്രൂപ്പ് നമ്പർ 2 ഗ്രൂപ്പ് നമ്പർ 2 എഴുന്നേറ്റ് തന്നെ. പഴയ ഗ്രൂപ്പ് നമ്പർ 2 എഴുന്നേറ്റിരിക്കാം. ഇവിടെ 7 കഴിഞ്ഞു. 8 അല്ലേ, 8 ചേച്ചി ഇവിടെ 8 ഞാനുള്ളത് ഗ്രൂപ്പ് നമ്പർ 8, 9, 9, 10, 11, 12. അവിടെ ഒരാൾ കൂടി ഇല്ലേ? 12 അവിടെ ജോൺ മാത്യു. 12 അവിടെ ചേട്ടൻ. 12, 13 ജോൺ മാത്യു. 14. ഓക്കെ, 14. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3 എല്ലാവരും എഴുന്നേറ്റിരുന്നേ. 15, 14, 15, 15 സിസ്റ്റർ 16 അല്ലേ, 15, 16, 17 സഹോദരി 17. അവിടെ ലാസ്റ്റിൽ ഒരാൾ 18,
ഇവിടെ 19, 20. അവിടെ ഒരാൾ സത്യൻ 20. കറക്റ്റ്. 20 കഴിഞ്ഞു. 1 നമ്പർ 1. എല്ലാവരും നമ്പർ ഓർത്തിരിക്കണേ. നമ്പർ 1. ഇനി ഗ്രൂപ്പ് നമ്പർ 4. ഗ്രൂപ്പ് നമ്പർ 4 എഴുന്നേറ്റ് നിൽക്കാം. ഗ്രൂപ്പ് നമ്പർ 4. 2. നമ്പർ 2, നമ്പർ 3, നമ്പർ 4, you 5, ചേച്ചി 6, 7. ഓക്കെ, ഒരാളും കൂടി 7, 8 അവിടെ ചേച്ചി 8. ഇനി ഗ്രൂപ്പ് നമ്പർ 5. ഗ്രൂപ്പ് നമ്പർ 5. താങ്ക് യു. ഇവിടെ 9, 9, 10. അവിടെ 11, 12. ഓക്കെ, അത് 12 അല്ലേ? യു ആർ നമ്പർ 12. എന്തോ നമ്പർ 12. ഓക്കെ, 13 ചേച്ചി. ചേച്ചി നമ്പർ 13, 14, 15 സിസ്റ്റർ 16. ഓക്കെ അല്ലേ? 16 ഇല്ലേ? ഓക്കെ, 16. ഓക്കെ, അടുത്തത് ഗ്രൂപ്പ് നമ്പർ 6. ഗ്രൂപ്പ് നമ്പർ 6. 17, 18, 19, 20. ഓക്കെ, അവിടെ നമ്പർ 1, 2. നമ്പർ 1 ആൻഡ് നമ്പർ 2. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പർ 7. ഗ്രൂപ്പ് നമ്പർ 7. 3. ഇവിടെ 3, 4, 5, ലാസ്റ്റ് 6, 7. സഹോദരി 8. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പർ 8. ഗ്രൂപ്പ് നമ്പർ 8. ഇവിടെ 9, 10, 11. അവിടെ ലാസ്റ്റ് 12, 11, 12. ഇവിടെ 13, 14, 15. ഓക്കെ, 9. ഗ്രൂപ്പ് നമ്പർ 9. ഗ്രൂപ്പ് നമ്പർ 9 എഴുന്നേൽക്കാം. ഗ്രൂപ്പ് നമ്പർ 9. 16. ഗ്രൂപ്പ് നമ്പർ 9. ഇവിടെ 15, 16, 17, 18. ഇനി 18, 19. ഇനി ആരെങ്കിലും? ഓക്കെ, 19. ഒരാളും കൂടി ഉണ്ടല്ലേ? 19, 20. വർഗീസ്, യു ആർ 20. ഓക്കെ. ഗ്രൂപ്പ് നമ്പർ 10. 1 എവിടെയാണ്? ഇവിടെ 1. ജോളി നമ്പർ 2, 3, 4. ഓക്കെ, 4. ഇനി ഗ്രൂപ്പ് നമ്പർ 11 അല്ലേ? ഗ്രൂപ്പ് നമ്പർ 11. സഹോദരി 5, 6. അവിടെ 7, 8. നമ്പർ ഓർത്തിരിക്കണേ. 7, 8, 9, 10. ഇനി ആരെങ്കിലും ഇവിടെ? 10. ഓക്കെ, 10. ഗ്രൂപ്പ് നമ്പർ 12. ഇവിടെ 11. അവിടെ ബാക്കില് 11, 12. സഹോദര 12. ഓക്കെ, ഇവിടെ സഹോദരി 12, 13, 14, 15, 16, 17. ഓക്കെ, 17. ഗ്രൂപ്പ് നമ്പർ 13. ഗ്രൂപ്പ് നമ്പർ 13. 18. Number 18, 19, Nina, 20, 20. Okay, 1 and 2. Okay, 1 and 2. Okay. Number 14. Number 3. Sahodari number 3. 4. Certain 5, 6, 7. 8. Okay. Group number 15. Number 9, 10. 10, 11, 12. Okay. Ini group number 16. Group number 16. Number 13. Bilang number 13. 14.
അങ്ങേറ്റത്ത് 15, മിഡിൽ 16, ലാസ്റ്റിൽ ആരെങ്കിലും ഉണ്ട് ഇപ്പോൾ ഇല്ല, 16, ഇവിടെ 17, 18. ഓക്കെ, 18. ഗ്രൂപ്പ് നമ്പർ 17. ഇവിടെ എത്രയാകും? 19, സണ്ണി 20, അവിടെ നമ്പർ 1 and 2, 1 ഉം 2 കേട്ടോ, ലാസ്റ്റ് ചേട്ടൻ നമ്പർ 2. ഇവിടെ സിസ്റ്റർ 3, സഹോദരി 4. ഓക്കെ, 4. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 18. നമ്പർ 5, 6, 7, 8. ഓക്കെ, ലാസ്റ്റ് ചേട്ടൻ 8. ഇവിടെ 8, 9, 10, സഹോദരി 11, ലാസ്റ്റ് 12. ഓക്കെ, 12. ഈ ഗ്രൂപ്പ് നമ്പർ 19. ഗ്രൂപ്പ് നമ്പർ 19. നമ്പർ 13, സഹോദരി നമ്പർ 13, സഹോദരി 14. ഇവിടെ ചേട്ടൻ 14, 15, 16, 17. ഓക്കെ, 17. ഗ്രൂപ്പ് നമ്പർ 20. നമ്പർ 18 ഇവിടെ ചേട്ടൻ നമ്പർ 18, 19, 20, 1, 2. അത് 2, 3. അത് ശരിയാണോ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തർക്ക് ഗ്രൂപ്പ് നമ്പർ മനസ്സിലായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡർ പോലെ തന്നെ ഈ ഫാൻ നമ്പർ 1 ഇവിടുന്ന് 7 ഫാൻ. അപ്പോൾ 7 നമ്പേഴ്സ് ഈ ഓരോ ഫാൻ്റെ നമ്പർ നോക്കി 1 to 7 on this side, 8 to 13 on the middle, 14 to 20 on the right side. Come, join.